നമ്മളിപ്പോ ഇവിടെ നമ്മള് MS എവിടുന്നാണ് വരുന്നത്? മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ല. MS ഈ ഓഡിറ്റോറിയത്തിലെ മോർച്ചറിയിൽ നിങ്ങളുള്ള ഈ പാർട്സുകളായിട്ടുള്ള ബോഡികൾ നിങ്ങൾ കണ്ടു കാണും. ഇതെല്ലാം എത്തിയത് പോത്തുകല്ലുള്ള നിലമ്പൂരിൽ നിന്നാണ്. അവിടെ ഈ യൂണിഫോം ധരിച്ച IRW-ന്റെയും ടീം വെൽഫെയറിന്റെയും വനിതകളാണ് ഇതവിടെ അതിന്റെ സംസ്കരണം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കുന്നത്. DG ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയപ്പോ ഭയങ്കര ദേഷ്യം, അതോടൊപ്പം ഭയങ്കര സങ്കടമാണ് ഒരു വനിത എനിക്ക് ഉള്ളില് നമുക്ക് തോന്നുന്നത്. ഇവിടെ എത്തിയപ്പോ നമ്മളിപ്പോ മേപ്പാടി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ടീം വെൽഫെയറിന്റെ ക്യാമ്പ് ഉള്ളത്. അവിടെയുള്ള കംപ്ലീറ്റ് പോലീസുകാരും എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിക്കുന്നു. പക്ഷെ ഞാൻ മലപ്പുറത്ത് നിന്ന് പുലർച്ചെ 2:30 മണിക്ക് ഇവിടെ എത്തിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഈ യൂണിറ്റി എന്നുള്ള യൂണിഫോം ധരിച്ച ടീമിന്റെ വനിതകൾ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടാണ് ഇവിടെ അവിടെ ഒരു സംവിധാനം സൗഹാർദ്ദം തകർക്കാൻ വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് വല്ലതും അറിയോ? ഇവിടെ ടീം വെൽഫെയറിന്റെ ഫുഡിന്റെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം യൂണിറ്റി എന്ന യൂണിഫോം ധരിച്ച ആളുകൾ. അപ്പൊ ടീച്ചറോട് പറയാനുള്ള ഇടക്കൊന്ന് ആകാശത്തേക്ക് നോക്കുക. വിവിധ വർണ്ണങ്ങൾ കൂടിയ ആ മഴവില് ഭംഗിയാവുന്നത് വിവിധ വർണ്ണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാ സംഘടനയുള്ള എല്ലാ ഡ്രസ്സ് ധരിച്ച ഉള്ള ആളുകളുണ്ട്. ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രവർത്തനം ഇവിടെ വേണം. കാരണം എന്താ വെച്ചാൽ ബംഗാൾ ഒരു അന്യ സംസ്ഥാനം അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെയുള്ള ഒരാളുടെ ബോഡി തിരിച്ചറിയുന്നത് അവിടെ എഴുതിയിട്ടാണ്. അപ്പൊ ഇവര് വരുമ്പോ ഈ സ്ത്രീകളാണ് അവര് വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അത് തുറന്ന് പോലീസിന്റെ ഒക്കെ സപ്പോർട്ടിൽ ഇവര് തുറന്ന് കാണിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോ ആദ്യം അവരുടെ ഭാര്യ കാണുമ്പോ തിരിച്ചറിയുന്നില്ല ഈ എല്ലാ സ്റ്റൈല്. വേറൊരു ബംഗാളി വന്നിട്ട് കാണിക്കുമ്പോ അവരെ ഭാര്യക്ക് കാണിച്ചു ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു കാല് മാത്രമാണ്. അത് നമ്മളൊക്കെ കാണുന്ന രംഗങ്ങൾ അവരെ ഭാര്യക്ക് കാണിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഇടനെഞ്ച് പൊട്ടാണ്. അപ്പൊ ആദ്യമുള്ള വന്ന വ്യക്തിയുടെ ഭാര്യ പറയാണ് ഇതല്ല, കാരണം ഈ സ്റ്റൈലല്ല. വേറൊരു ടീം വന്നിട്ട് നോക്കുമ്പോ അവരെ അവരെ ബന്ധുക്കൾക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചറിഞ്ഞു ആ കാലിനെ ഒരു ഫുൾ ബോഡി എന്ന പോലെ ആ കാലിനെ സ്ട്രക്ചറിലെത്തി കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ. അപ്പോ ഇവിടെ ഇതിന്റെ മുന്നില് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഷർട്ട് ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് ഈ ഷർട്ട് ആദ്യമായിട്ടല്ല, 5 വർഷമായിട്ട് ധരിച്ചിരിക്കണം. അതുപോലെ എല്ലാവരും അതിലും കൂടുതൽ വർഷം ധരിച്ചു. അപ്പൊ ഇവിടെ വന്ന് നോക്കിയാല് എന്ന് വെച്ചാല് ഈ TG അവിടെ ഇരുന്ന് അവരും ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണല്ലോ ഇപ്പൊ പറയുന്നത്. പക്ഷെ നമ്മള് സംസാരിക്കാതെ ശരിക്കും നേരിട്ട് ഒരു ദിവസം ഇത്തരം സംഭവം കാണണം എന്നാണ് പറയുന്നത്. കാരണം പക്ഷെ ഇവിടെ TGയുടെ പ്രസ്താവനക്ക് ഒരിക്കലും ഒരു വിലയില്ല. കാരണം നമ്മളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റോട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ചെയ്യണം.